നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കരിഞ്ഞൊട്ട അല്ലെങ്കിൽ കരിങ്ങൊട്ട എന്നെല്ലാം പറയുന്ന സസ്യത്തിനെയാണ് ഇന്ന് നമ്മൾ തൊടിയിലെ ചെടിയിൽ പരിചയപ്പെടുന്നത്. സൈനറുബേസിയ ഫാമിലിയിൽപ്പെടുന്ന കരിഞ്ഞൊട്ടയുടെ ശാസ്ത്രീയ നാമം ക്വാസിയ ഇൻഡിക്ക അല്ലെങ്കിൽ സമഡറ ഇൻഡിക്ക എന്നാണ്. നീലവൃക്ഷം, നീലസാരം എന്നെല്ലാമാണ് സംസ്കൃതത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പുഴയോരങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും കരിഞ്ഞൊട്ട വളരുന്നു. ഇന്ത്യയിലെ നനവാർന്ന നിത്യഹരിത വനങ്ങളിൽ ഇത് ധാരാളമായി കാണാം. കേരളത്തിലെ വൈപ്പിൻകരയിൽ ഇത് സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ വൃക്ഷമാണിത്. ശാഖകൾക്ക് നല്ല ബലമുണ്ട്. ഇതിൻ്റെ തൊലിക്ക് കറുപ്പ് കലർന്ന ചാരനിറമാണ്. ഇലകൾക്ക് ഇരുണ്ട പച്ച നിറവും. അങ്ങനെ ആകമൊത്തം മരത്തിന് ഒരു കറുത്ത നിറം ലഭിക്കുന്നതുകൊണ്ടാണ് ഇതിന് കരിഞ്ഞൊട്ട എന്ന പേര് ലഭിച്ചത്. ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇലകൾക്ക് കടും പച്ച നിറമാണ്. ഉപരിതലം വളരെയധികം മിനുസമുള്ളതാണ്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകൾക്ക് അഗ്രഭാഗം കൂർത്തിരിക്കും. 1 സെന്റിമീറ്റർ നീളമുള്ള പുഷ്പവൃന്ദത്തിൽ ഇളം ചുവപ്പ് കലർന്ന മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കുലയായി വിരിയുന്നു. കേസരങ്ങൾ ദളങ്ങളുടെ എണ്ണത്തിനേക്കാൾ ഇരട്ടിയിലുണ്ടായിരിക്കും. ഫലം ദീർഘവൃത്താകൃതിയിലുള്ളതും നേരിയ ചിറകോട് കൂടിയതുമാണ്. ചുവപ്പ് നിറമാണ് ഇതിൻ്റെ ഫലത്തിന്. സോമാഡെറിൻ എന്ന ഗ്ലൂക്കോസൈഡ്, സ്റ്റിഗ്മാസ്റ്റെറോൾ, ടെക്സ്റ്റാസ്റ്റെറോൾ എന്നിവയാണ് പ്രധാന രാസഘടകങ്ങൾ. തിക്തരസവും ഉഷ്ണവീര്യവുമാണ് കരിഞ്ഞൊട്ടയുടേത്. ഇത് ത്രിദോഷഹരമായിട്ടുള്ളൊരു ഔഷധമാണ്. കഫപിത്തങ്ങളെ ഇലയിലും തൊലിയിലുമുള്ള ഘടകങ്ങൾ ശമിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വിത്തിൽ നിന്നുണ്ടാകുന്ന എണ്ണയിലെ സ്നിഗ്ധഗുണം വാതദോഷത്തെ ശമിപ്പിക്കുന്നു. ഇതിൻ്റെ തൊലിയിൽ നിന്നുണ്ടാക്കുന്ന കഷായം ജ്വരഹരവുമാണ്. കരിഞ്ഞൊട്ടയുടെ തൊലി, ഇല, കാതൽ, വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ തുടങ്ങിയവയാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. സന്ധിഗതവാദം പോലുള്ള അസുഖങ്ങളിൽ ലേപനമായിട്ട് ബാഹ്യമായും ജ്വരം പോലുള്ള അസുഖങ്ങളിൽ കഷായമായി അകത്തേക്കും കഴിക്കുന്ന കരിഞ്ഞൊട്ടയുടെ ആയുർവേദത്തിലെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കരിഞ്ഞൊട്ട വാദത്തിനാണ് അതിൻ്റെ പ്രാധാന്യം. ഈ സന്ധിഗതവാദം, ആമവാദം, ഇതിലൊക്കെയാണ് ഇതിൻ്റെ ഈ ഫലം കൂടുതലുള്ളത്. ഇതെങ്ങനെ പ്രയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സമൂലം വേണമെങ്കിൽ ഈ കഷായം വെച്ചിട്ട് ഈ സന്ധിവാദത്തിൽ ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ആമവാദത്തിൽ ഇതിൻ്റെ ഈ ഇലയും സമൂലം അങ്ങോട്ട് അരച്ച് പേസ്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ നീര് പോകും. പിന്നെ ഇതിൻ്റെ സത്തുനിന്ന് എടുക്കുന്ന ഒരു തൈലുണ്ട്. ആ തൈലം ഈ വേദനയുള്ള ഭാഗത്തും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനിലൊക്കെ പരട്ടിക്കഴിഞ്ഞാൽ വേദന കുറയും. അതുപോലെ തന്നെ ഈ കാതൽ എടുക്കുന്ന അതിൻ്റെ സത്ത് ഈ ശരീരപുഷ്ടിക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിലൊരു ഒറ്റമൂലി പ്രയോഗമുള്ളത് ഈ ശ്വാസം മുട്ടുന്ന സമയത്ത്, ഈ ശ്വാസം അങ്ങനെ വലിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ വിത്ത് അരച്ചിട്ട് ഈ നെഞ്ചിൽ അങ്ങോട്ട് പരട്ടിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ശ്വാസം മുട്ട് അങ്ങോട്ട് കുറയും. പിന്നെ ഈ പനിയുള്ള സമയത്ത് ഇതിൻ്റെ ഈ ഇലയും മറ്റേ തണ്ടൊക്കെ എടുത്തിട്ട് കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാതപിത്തശമനമായിട്ടുള്ള വാതപിത്താധികമായിട്ടുള്ള പനി കുറയും.